IPL ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി CSK എന്ന് നമ്മൾ പൊതുവെ വിലയിരുത്താറുണ്ട്. അതായത് ഒരു ശരാശരി ടീമുമായിട്ട് വന്നിട്ട് പോലും കിരീടം നേടുന്ന തരത്തിലുള്ള ഒരു മികച്ച പ്രകടനങ്ങൾ, 10 ഫൈനലുകൾ കളിച്ചു എന്നുള്ള ഒരു ടീമിന് അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ചെന്നൈക്കുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാത്രമല്ല, ചെന്നൈയുടെ ഒരു വളർച്ചക്കൊപ്പം നിന്ന ഒരു വ്യക്തി കൂടിയാണ് മഹേന്ദ്ര സിംഗ് ധോണി. കഴിഞ്ഞ 5-6 സീസണുകളായിട്ട് ധോണി വിരമിക്കും, കളി നിർത്തും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ടീമിന് കളിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ആരവം ഇപ്പോഴും എനിക്ക് തോന്നുന്നു CSKയിലെ ഒരു ക്രൗഡ് പുള്ളിങ് എലമെന്റ് ആയിട്ട് ധോണി മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മൈതാനത്തൊക്കെ മറ്റു താരങ്ങളുടെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പോലും ആഘോഷിക്കുന്നത് ധോണി വരട്ടെ. അതായത് ഒരു CSK ആരാധകൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ധോണി ആരാധകൻ എന്ന രീതിയിലേക്ക് നമ്മൾ ചെന്നൈയുടെ മൈതാനങ്ങളിലൊക്കെയുള്ള മത്സരങ്ങളിലൊക്കെ കാണുമ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും കാലമായിട്ടും അദ്ദേഹം ടീമിനകത്ത് കളിച്ച് ഇപ്പോഴും കളി തുടർന്നിട്ടും ആരാധകരെ കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പുറമേ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിലും ആരാധകർ ഇപ്പോഴും അദ്ദേഹത്തെ അവിടെ ഇത് ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? അല്ല, തീർച്ചയായും നമുക്കറിയാം. പിന്നെ ഒരു ആരാധകൻ, നമുക്ക് ആരാധന തോന്നുന്ന കഥാപാത്രത്തെ സിനിമയിലായാലും ക്രിക്കറ്റിലായാലും എവിടെയായാലും നമ്മളങ്ങനെ ഏത് മോശം അവസ്ഥയിലും നമ്മൾ ഈ ഫുട്ബോളിൽ ഇപ്പോൾ പറഞ്ഞ ബ്രസീലിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ബ്രസീൽ ആരാധകർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. നമുക്ക് അതാണ് നമ്മുടെ ഇഷ്ടം. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ തല കൊണ്ട് അറിയായിരിക്കും ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് തോക്കും, ഈ ടീമിനോട് തോക്കുന്നു. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അത് ജയിക്കണേ എന്ന് അവസാന നിമിഷം വരെ പ്രാർത്ഥിക്കുന്നതല്ല. അപ്പോൾ തലയുടെ കളിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സൈഫ് പറഞ്ഞാൽ തന്നെ ക്രിക്കറ്റ് 5 വർഷം മുന്നേ ധോണിയെ വിരമിച്ചേക്കാം, ഇത് അവസാന സീസൺ ഒക്കെ പറയുമ്പോൾ ആരാധകർ നെഞ്ച് പിടക്കുവാണ്. ധോണി ആരാധകരുള്ളത് ഈ സീസൺ തീരല്ലേ. കാരണം ഇത് കഴിഞ്ഞ IPL കഴിഞ്ഞാൽ ധോണിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ മാസ്റ്റേഴ്സ് ലീഗൊക്കെ കളിക്കുമായിരിക്കാം, പക്ഷെ അത് ഈ പറഞ്ഞ ആ ഓളമൊന്നും ഉണ്ടാവില്ല. IPL എന്നാൽ ധോണിയും ചെന്നൈയും മുംബൈയും രോഹിത്തും ഇതൊക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ഒരു കോഹ്ലിയും പിന്നെ നമ്മുടെ RCB ഇതൊക്കെ പറഞ്ഞത് ഈ കോമ്പിനേഷനോട് ചേർന്ന് പോകുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. സീസൺ തുടക്കം മുതൽ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പ് നേടിയ ചാമ്പ്യൻസ് ട്രോഫി നേടിയ നായകനൊക്കെയാണ് ധോണി. പക്ഷെ നമുക്ക് മനസ്സിലൊക്കെ ധോണി എന്ന് പറയുമ്പം ഇപ്പം കൂടുതലായിട്ട് വരുന്നത് ചിലപ്പം IPL-ഉം ഈ ചെന്നൈ സൂപ്പർ കിങ്സും ആയിരിക്കും. സൈഫ് പറഞ്ഞ പോലെ തന്നെ 10 ഫൈനലുകൾ കളിച്ചു, 16 സീസൺ മാത്രമേ പിന്നെ IPL ചെന്നൈ ഉണ്ടായിട്ടുള്ളൂ. 2 സീസൺ വിലക്കായിരുന്നല്ലോ. എന്നിട്ടും ആ സീസണിൽ 10 ഫൈനലെത്തി 5 കിരീടം നേടി. 16ാമത്തെ സീസൺ ഇപ്പോൾ നടക്കുന്നുണ്ട്. 15-ൽ 10, അതിൽ 5 കിരീടവും അതങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു നായകൻ. പിന്നെ ചെന്നൈ ആരാധകർക്ക്, ചെന്നൈയുടെ ഈ തുടക്കം മുതൽ ഇപ്പം ചെന്നൈക്ക് ഒരുപാട് ആരാധകരുള്ള നാട് കൂടിയാണ് കേരളവും കൂടി. നമ്മുടെ അയൽനാട് എന്നതല്ല, അത് ധോണിയോടുള്ള ഇഷ്ടം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുമ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു താരം കളിയിൽ നിന്ന് വിട്ടു നിൽക്കുക ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല, നല്ല ഒരു അവസ്ഥയാണ്. ഇപ്പം ധോണി ഇപ്പോൾ ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ ആരാധന കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായി കാണുന്നുണ്ട്. കാരണം അവർക്ക് കാണാൻ പറ്റുന്ന ഏക ടൂർണമെൻറ്റ് ഇതാണ്. ധോണിയുടെ ബാറ്റിങ്ങിനെ കാത്തിരിക്കുകയാണ്. ധോണിയാണെങ്കിൽ ബാറ്റിംഗ് ഇറങ്ങാൻ 6-ാമതും 7-ാമതും ഇറങ്ങുന്നത്. അപ്പം കറക്കിരുന്ന് പ്രാഗുവാണ്, മറ്റവനെ ഔട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്കാണ് ആരാധന പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് വേണ്ട ആരാധനയാണോ എന്നത് പിന്നെ ധോണി ആണ് ആരാധനയോട് പറയേണ്ടത്, അങ്ങനെയാണോ വേണ്ടതെന്ന്. പക്ഷേ അത് കുറ്റം പറയാൻ പറ്റില്ല. അത് ആരാധന മൂത്ത് പോകുന്നതിൻ്റെ പ്രശ്നം എന്നല്ല, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായി കഴിഞ്ഞാൽ കളി നിർത്തി പോകുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ തമിഴ്നാട്ടിൽ നമുക്കറിയാം, അവർക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ആളിനെ ഒരു തരത്തിൽ അവര് ആ ഒരു വികാരം ഭയങ്കരമാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് രജനിയുടെ ഒക്കെ സിനിമയില് തിയേറ്റർ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു ഇഷ്ടം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ തല എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, തലൈവർ എന്ന് പറയുന്നത് അതെ ആ ഒരു രീതിയിൽ തന്നെയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ ഒരു ചെന്നൈ ആരാധകനോട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചെന്നൈ ആരാധകനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോ പൊതുവെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ധോണി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു വ്യക്തി, സൗത്ത് ഇന്ത്യയിൽ അതെ ജാർഖണ്ഡ് റാഞ്ചിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി, സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു ഒരു മുണ്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ ഈ IPL സീസൺ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ആരാധകൻ പറയുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തിയല്ല, ഞങ്ങൾ അദ്ദേഹത്തെ ഒരു തമിഴ്നാട്ടുകാരനായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു ഞങ്ങളെ ഈ CSK എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഇങ്ങനെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുള്ളത് ധോണി തന്നെയാണ്. ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു ചർച്ചയിലേക്ക് നമ്മൾ വരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അംബാട്ടി റായിഡു പറഞ്ഞ വാക്കുകളാണ്. അംബാട്ടി റായിഡു പറയുന്നത് ഇത് ഒരിക്കലും ഒരു തമാശയല്ല എന്നുള്ളതാണ്. ഒരു ടീം, ആ ടീമിനകത്ത് മറ്റുള്ള താരങ്ങളുടെ എല്ലാം വിക്കറ്റുകൾ നഷ്ടമാകട്ടെ എന്ന് ഒരു ടീമിലെ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ ഫ്രാഞ്ചൈസിക്ക് അത്ര നല്ലതല്ല എന്നതാണ്. താരങ്ങൾക്ക് നല്ലതല്ല, ഫ്രാഞ്ചൈസിയുടെ ഭാവിക്ക് നല്ലതല്ല. ഒരു പക്ഷെ ധോണി കളി നിർത്തിക്കഴിഞ്ഞാൽ
ഈ പറയുന്ന ആരാധകരൊന്നും കളി കാണാൻ പോലും വരാത്ത അവസ്ഥയിലേക്ക് എത്തില്ലേ എന്നാണ് അമ്പാട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തിരുത്തേണ്ടത് ധോണിയാണ് എന്ന് അമ്പാട്ട് റൈഡ് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ സാധാരണ കളിക്കുമ്പോൾ കണ്ണ ക്രിക്കറ്റ് എന്ന് പറയാം, കണ്ണ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരുത്തന്നെ ഇറങ്ങിപ്പോയാല് പിന്നെ കറക്കുന്ന പ്രാഗലും നമ്മളിങ്ങനെ മണ്ടക്കവാരി എറിഞ്ഞ് കളിക്കുന്ന ബാറ്റ് അതിനു വേണ്ടിയിട്ട് ഇപ്പം ധോണിയെ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ധോണിക്ക് ആരാധകർ പിന്നെ 1ാം വിക്കറ്റ് പോട്ടെ 2ാം വിക്കറ്റ് പോട്ടെ 19ാമത്തെ ഓവറിൽ 3ാം ബോളായാലും 5ാം വിക്കറ്റ് 6ാം വിക്കറ്റ് പോട്ടെ ധോണി ഇറങ്ങട്ടെ ജഡേജൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആ വിക്കറ്റ് പോയാൽ ആരും കയ്യടി ആരും ഉയരുകയാണ്. ഒരു താരം നന്നായിട്ട് ബാറ്റ് ചെയ്ത താരം പിന്നെ ഔട്ടായി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു താരം സ്ട്രഗിൾ ചെയ്ത് ഔട്ടായി പോകുമ്പോൾ കയ്യടി വരുന്നത് അടുത്ത താരം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ആ താരത്തിനുള്ള ആരാധനയാണെങ്കിൽ കൂടി ആ ടീമിൽ ഇപ്പം അമ്പാട്ട് റൈഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റു താരങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഫ്രാഞ്ചൈസി ആലോചിക്കണം. ഇപ്പം സൈഫ് പറഞ്ഞ പോലെ കളി നിർത്തിയ ചെന്നൈ മാനേജ്മെന്റ് ചെയ്യുന്നത് ധോണിയെ മെൻറ്ററായി കൊണ്ടുവരേക്കും, അല്ലെങ്കിൽ പിന്നെ പരിശീലകനാക്കുമായിരിക്കും. ആ ധോണി വിട്ടാൽ ധോണി ഈസ് ഈക്വൽ ടു ചെന്നൈ സൂപ്പർ കിങ്സ്, അതാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമുക്ക് ഇപ്പം ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അത് ഫ്രാഞ്ചൈസിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് കണ്ടുകൂടെ. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ ധോണിയെ പോലുള്ള ഒരാള് ആദ്യ സീസൺ മുതൽ ചെന്നൈയിൽ കളിക്കുന്നു. അത് ധോണി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. അതുപോലെ മാത്രമല്ല T20 ക്രിക്കറ്റിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ ഒരു പഴയ ഹെലികോപ്റ്റർ ഷോട്ടുകൾ, മിന്നൽ സ്റ്റംപിങ്ങുകൾ, ആ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അതായത് മൈതാനത്ത് മൊത്തത്തിൽ DRS സംവിധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ അദ്ദേഹം വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വളരെ വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആൾക്കും ഒരു സംശയമില്ല. അത് തന്നെയാണ് നമുക്കൊരു കഴിവ് കണ്ടിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നും അത് നമുക്കൊരു ആവേശം തരുന്ന ഇതാണ്. പലപ്പോഴും ടീം തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ടീമിനെ കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്, ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കിരീടത്തിൽ ഭയങ്കര ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ മറുഭാഗത്ത് ഇപ്പൊ നമുക്കറിയാം മറ്റു ഫ്രാഞ്ചൈസികളെല്ലാം മറുഭാഗത്ത് ഇപ്പൊ രോഹിത് ശർമ്മ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനാണ് അവിടെ ഉള്ളത്. ഹാർദിക് പാണ്ഡ്യക്ക് തീർച്ചയായും ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ആരാധകർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മറുവശത്ത് ഒരു ലീഡർഷിപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു താരത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നല്ല. അപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ തല എന്ന് പറയുമ്പോൾ ചിന്നത്തല എന്ന് സുരേഷ് റൈന വിളിക്കുമായിരുന്നു. പക്ഷെ സുരേഷ് റൈന ആ ഒരു ഇപ്പൊ നമുക്ക് സുരേഷ് റൈന CSK നമുക്ക് അത്രയും കൂടെ ഓർക്കാൻ പറ്റാത്തൊരു മികച്ച പ്രകടനം ചെന്നൈ പിന്നെ കുപ്പായത്തിലെ പുറത്തെടുത്ത് സുരേഷ് റൈന തന്നെയായിരുന്നു. ആ ചിന്നത്തല ആ പേര് അങ്ങനെ അദ്ദേഹം കളിച്ചു നേടി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പറഞ്ഞ ധോണിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു റൈന എക്കാലത്തും ഇന്ത്യൻ ടീമിലായാലും. ധോണി വിരമിച്ചപ്പോഴാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. അതിന് പിന്നാലെ തന്നെയായിരുന്നു. അത് നമുക്കറിയായിരുന്നു. ധോണി കളി അവസാനിപ്പിച്ചപ്പം റൈനക്ക് മുന്നിൽ വേറൊരു ഓപ്ഷനിൽ റൈനയും തൊട്ട് പിന്നാലെ തന്നെ അതിനോടൊരു ഐക്യപ്പെട്ട പോലെയായിരുന്നു. ധോണിയുടെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും അനുയായിട്ടാണ് റൈന എന്നുണ്ടായത്. ആ തല ചിന്നത്തലയായിട്ട് വന്നു. പക്ഷെ ചിന്നത്തല അങ്ങ് മാറി പോയി, തല ഇപ്പോൾ അവിടെയുണ്ട്. ഇപ്പോൾ സൈഫ് പറഞ്ഞ പോലെ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ മുംബൈയിലും രോഹിത് പറഞ്ഞപ്പോൾ നായകനല്ല ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ നായകൻ മാറിയിട്ടുണ്ട്. പക്ഷേ ആ ക്രൗഡ് പുള്ളർ അത് ധോണി തന്നെയാണ് ഇവിടെ. അവിടെ മാറി നമുക്ക് ബൂംറ വന്നു, പാണ്ഡ്യ വന്നു. പാണ്ഡ്യ ഇപ്പോഴാണ് തിരിച്ചുവരവിൽ കൂവലൊക്കെ ആയിരുന്നത്. അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു, കുങ്ഫു പാണ്ഡ്യ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ. എനിക്ക് തോന്നുന്നു മുമ്പ് ഉണ്ടായിരുന്നത് ബ്രാവോനൊക്കെ പോലെയുള്ള താരങ്ങളാണ്. പക്ഷെ അതിനൊക്കെ ഈ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ആരാധകരുടെ ഹൃദയത്തിൽ ഇടപെടാൻ കാരണം അത് ധോണി തന്നെയാണ്. യാതൊരു സംശയമില്ല. ചെന്നൈ എന്ന ഫ്രാഞ്ചൈസിയാണോ എന്തിനേറെ പറയാം. നമ്മൾ ആദ്യത്തെ ഈ IPL തുടങ്ങുന്നതിന് മുമ്പ് പ്രീമാച്ച് അനാലിസിസ് നമ്മൾ എടുത്തൊരു വീഡിയോ, അതിൽ നമ്മൾ ധോണിയുടെ പ്രകടനത്തെക്കുറിച്ച് സംശയം പറയുമ്പോൾ അതിലൊന്ന് തെറികളൊക്കെ കണ്ടിരുന്നു. തെറികൾ എന്ന് പറഞ്ഞ കമൻറ്റുകളൊക്കെ പറയുന്നു. അവരൊക്കെ പറഞ്ഞു നമുക്ക് ചെന്നൈ അല്ല, നമുക്ക് ധോണിയാണ് വലുത്. നിങ്ങളെന്താ ധോണിയെ പറയുന്നത്? നമുക്ക് ചെന്നൈ എന്ന ടീമിനല്ല, നമ്മൾ ധോണി എന്ന ഒരു വ്യക്തിയെ മാത്രമാണ് ആരാധിക്കുന്നത്. ധോണിയുടെ ഫാൻസാണ് നമ്മളെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. അത് തന്നെയാണ് ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ കാണുന്നത്. കാരണം ആരാധന മൂത്തിലുള്ള പ്രശ്നമാണ്. ഇപ്പം അമ്പായിട്ട് നമുക്കല്ല പ്രശ്നം, അത് വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം അത് നാളെ നമ്മൾ എന്തിനാണ് ധോണിയെ പറയുന്നതൊക്കെ ചോദിക്കുക. അമ്പാട്ടി റായിഡുമാണ് ചൂണ്ടിക്കാണിച്ചത്. ഒരു വാലിഡായ പോയിന്റ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് ഇപ്പോൾ ചർച്ചയാവുന്നു. ആ ചർച്ചയാണ് നമ്മളിപ്പോൾ പറയുന്നത്. തീർച്ചയായും നമ്മൾ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ടീം ഗെയിമാണ്. അതിനകത്ത് ഓരോരുത്തർക്കും അവരുടേതായ ഭാഗങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ബാറ്റർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ധോണിയുടെ കാര്യം പറയും. നമ്മളിപ്പോൾ കഴിഞ്ഞ സീസൺ മുതൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് ടീം തോറ്റെങ്കിലും ഇല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊന്നും ചെന്നൈ പ്ലേ ഓഫിൽ എത്താത്തതിൽ ആരാധകർക്ക് ഒരു വിഷമം തോന്നുന്നില്ല. അതെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ധോണി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ലാതാകുന്ന സമയത്ത് ഈ ഒരു ക്രൗഡ് പുള്ളിങ് ഇത്, കാരണം ഇതൊരു ഫ്രാഞ്ചൈസി ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കളി കാണാൻ ആളുകൾ വരണം. ചെന്നൈ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചില ഫ്രാഞ്ചൈസികളൊക്കെ എത്ര ഇതുണ്ടെങ്കിലും ആരാധകരില്ലാത്ത ഫ്രാഞ്ചൈസികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഡൽഹിയിലൊക്കെ കുറച്ച് ആരാധകരേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള നമ്മൾ കേരളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ നാട്ടിൽ അവർക്ക് ആരാധകർ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു വലിയ രീതിയിൽ ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകരെ
ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അതിന്റെ ഒരു നിർണായക ഘടകമായിട്ട് ധോണി മാത്രമാണ് അവിടെ ഉള്ളത്. ധോണി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും ഈ ധോണിയുടെ ബാറ്റിംഗ്? സ്വാഭാവികമായിട്ട് ധോണി ബാറ്റ് ചെയ്യുന്നില്ല, ധോണി മെൻഡറാണെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ഇതായിട്ട് പറയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കളി നടക്കുന്ന സമയത്ത് കൂടുതലും ധോണി മെന്ററായിട്ട് സംസാരിക്കുന്നത് കാണിക്കേണ്ടി വരും എന്നുള്ള ആ രീതിയിലേക്ക് വരേണ്ടി വരും എന്നുള്ളത്. ഇപ്പൊ ധോണി സംസാരിക്കുന്നു, ധോണി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു പറയുന്നു, അതിലേക്ക് കൂടി ആളുകൾ ആവേശം കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു അതൊരു തമിഴ്നാടിന്റെ കൂടി സ്വഭാവമാണെന്ന്. അവരൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അതെ അതെ അതെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറയുമ്പോൾ തമിഴ്നാടിന്റെ സ്നേഹത്തെ കുറിച്ച് യാതൊരു സംശയമില്ല. നമ്മുടെ പിന്നെ ആ സ്നേഹം തന്നെയാണ് അവർ പുറത്തെടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രാവോയോട് കാണിച്ചു, റെയ്നോട് കാണിച്ചു, എല്ലാവരോടും കാണിച്ചു, ധോണിയോട് കാണിക്കുന്നു. നമ്മൾ അതിനേക്കാൾ പറയുമ്പോൾ നമുക്ക് വരുന്ന കമന്റുകൾ നോക്കി മനസ്സിലാവും. പിന്നെ കേരളത്തിലുള്ള തല ഫാൻസ് ആയാലും ഈ പറഞ്ഞ സേഫ് പറഞ്ഞ രാജ്യത്തിനകത്തും പുറത്തുള്ള തല ഫാൻസ് ഒക്കെ കാണുന്നത് ഈ ഒറ്റ ഒരാളെ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ ധോണിയുടെ മിന്നൽ സ്റ്റംപിങ്ങും സിക്സറും കാണാൻ നമുക്കും ആഗ്രഹമുണ്ട്, നമുക്ക് സന്തോഷം. ഇതിപ്പം പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കോഹ്ലിയുടെ ഫാനായാലും രോഹിത്തിന്റെ ഫാനായാലും ആരുടെ ഫാനായാലും ഈ ധോണി ക്രീസിലെക്കുന്ന ആ ഒരു സിക്സ് ഹെലികോപ്റ്റർ ഷോട്ട് കാണാൻ ഈ സീസണിൽ പറ്റില്ല എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അത് കാണുന്നത് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. പക്ഷെ അതിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണ് ഇപ്പോൾ റായിഡു പറഞ്ഞതും നമ്മൾ പറഞ്ഞു. ഈ ജഡേജയെ പോലുള്ള താരങ്ങൾ മറ്റു താരങ്ങളൊക്കെ മികച്ച രീതിയിൽ കളിക്കുമ്പം അതിനൊന്നും എവിടെയും ഒരു ഇതില്ലാതെ പിന്നെ ഈ പറഞ്ഞ നമ്മൾ ജഡേജ കൊണ്ട് നമ്മൾ കൈയടിക്കുന്നുണ്ടല്ലോ, ജഡേജക്ക് നമ്മൾ വിക്കറ്റ് എടുക്കുമ്പോൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, ജഡേജ ഫോർ അടിക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് മൈതാനത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും. അതിന് പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ വരുമ്പോഴേക്കാണ് ഇത് മാറുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും അവർ പറയുമ്പോഴും ഈ ഒരൊറ്റ കാര്യത്തിലേക്കാണ് ചെന്നൈ ഫ്രാഞ്ചൈസി നോക്ക്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രജിൻ രവീന്ദ്ര അല്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദോ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ജഡേജയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് ആരവങ്ങളാണ്. അതെ, അത് ആ താരത്തിന് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വിഷമം. റായിഡു ആണ് പറയുന്നത്, ഒരു ക്രിക്കറ്റ് താരമാണ്, നമ്മളല്ല പറയുന്നത്. ഇതേപോലെ ഈ ചെന്നൈ കളിച്ച താരം തന്നെയാണ് റായിഡു. അപ്പം ആ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഹ്യൂമിലിയേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുന്നത് വെറുതെ സച്ചിന്റെ രാഹുൽ ദ്രാവിഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ടെസ്റ്റിൽ വീണാൽ ഈ വരുന്ന സാധനങ്ങൾ പറയാറുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അപ്പം അത് തിരുത്തേണ്ടത് ധോണി തന്നെയാണ്. അത് തന്റെ ആരാധകരോട് തുറന്നു പറയേണ്ടത്, അങ്ങനെയല്ല വേണ്ടത് പറയേണ്ടത് ധോണി തന്നെയാണെന്നാണ് റായിഡു പറയുന്നത്. തീർച്ചയായും ധോണി അങ്ങനെ പറയുന്ന നിമിഷം അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആരാധകർ തന്നെയാണ് ചെന്നൈക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോ ധോണിക്ക് അത് പറയാൻ കഴിയൂ, ധോണിയാണ് അത് പറയേണ്ടത്. കാരണം ഈ ഫ്രാഞ്ചൈസിനെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതിൽ ധോണി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധോണി ബാറ്റ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ടീമിന്റെ ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും ഒക്കെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യണം. ധോണി നൽകുന്ന ധോണിയുടെ ഒരു സാന്നിധ്യം കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ അത് ടീമിന് ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ്, ആരാധകരുടെ എണ്ണം, ഇതൊക്കെ വേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് മറ്റു താരങ്ങളുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണ് റായിഡു പറയുന്നത്. അത് എന്ത് ചെയ്യണം? ധോണിയാണ് തിരുത്തേണ്ടത്, ധോണി തന്നെയാണ് തിരുത്തേണ്ടത്. അതെ അതെ. പക്ഷെ ഇവിടെ ഇപ്പോ ചെന്നൈ ആരാധകരെക്കാളും കൂടുതൽ ധോണി ആരാധകരാകുന്ന രീതിയിലേക്ക് അത് മാറുന്നു. എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് ഒന്ന് ധോണിയുടെ പെർഫോമൻസ് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ അതെ, ഇപ്പൊ ഒരു 6 അടിച്ചാലും 2 6 അടിച്ചാലും അവർക്ക് സന്തോഷമായി സമാധാനമായി എന്നുള്ള രീതിയിലാണ്. ധോണി ഒന്ന് മൈതാനത്തേക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് റായിഡ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റിൽ വ്യക്തിപൂജ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് വരുന്നത്. തീർച്ചയായും അത് നമുക്കറിയാം, ആരാധനയാവാം. പക്ഷെ ഒരു ടീം എന്ന രീതിയിൽ ഒരു ടീമിന്റെ ആരാധകരായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊരു ഫ്രാഞ്ചൈസ് ക്രിക്കറ്റാണ്, ഈ ക്രിക്കറ്റ് ഈ ടീമിന് മുന്നോട്ട് പോകണം, ഫ്രാഞ്ചൈസിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരാധകർ കൂടിയേ തീരൂ. അതിലേക്ക് ഇപ്പോഴുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ആയിട്ട് ധോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു എലമെന്റ് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല എലമെന്റുകളെയും കൂടി CSK വളർത്തിക്കൊണ്ടുവരണം എന്നാണ് ഈ അംബട്ടി റായിഡു പറയുന്നത്. അത് അങ്ങനെ വളർത്തിയില്ലെങ്കിൽ അത് ഫ്രാഞ്ചൈസിക്ക് തന്നെ തിരിച്ചടി. എന്തായാലും ഇതൊന്നും അറിയാത്ത ആളുകളായിരിക്കില്ല ഫ്രാഞ്ചൈസിയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ധോണി തുറന്നു പറയട്ടെ, മറ്റുള്ള താരങ്ങളുടെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് ധോണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അതായത് അംബട്ടി റായിഡു പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. അത് തന്നെയാണ് ഫ്രാഞ്ചൈസിക്കും അതുപോലെ തന്നെ ചെന്നൈ എന്ന് പറയുന്ന ടീമിനും നല്ലത് എന്ന് നമുക്ക് വിലയിരുത്താം.